എല്ലാവർക്കും ബയോമെക്കിലേക്ക് സുസ്വാഗതം. എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. ബയോഗ്യാസ് പ്ലാന്റിന്റെ തന്നെയാണെങ്കിലും കുറച്ച് വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായി അഭിമാനം ഉള്ള ഒരു വീഡിയോ കൂടിയാണ്. കാരണം നമ്മൾ ഒരുപക്ഷെ തൃശ്ശൂർക്കാർക്ക് മൊത്തത്തിൽ ഒരു 10-20% ആൾക്കാരെടുത്തു കഴിഞ്ഞാൽ അവര് ജനിച്ചിട്ടുള്ള ഒരു സ്ഥലമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ സ്ഥലത്തിനെ. ഇത് രാജി നഴ്സിംഗ് ഹോം എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, ഫേമസ് ഇൻ ഗൈനക്കോളജി. അവിടെയാണ് നമ്മൾ ഈ പ്ലാന്റ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിന്റെ പ്രിമൈസസിലല്ല, അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. ജനാർദ്ദനൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഡോക്ടർ രാജി അദ്ദേഹത്തിന്റെ വൈഫാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഹോസ്പിറ്റലെല്ലാം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പ്ലാന്റ് ചെയ്യുന്നത്. തികച്ചും അഭിമാനമുള്ള ഒരു നിമിഷം തന്നെയായിരുന്നു. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബയോമെക് 120L എന്ന് പറയുന്ന ഒരു മോഡലാണ്. ബയോമെക് 120L നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്യൂർലി കൊമേഴ്ഷ്യൽ മോഡലാണ്. ഏകദേശം 40-45 40-45 കിലോയിനിടയിൽ നമുക്ക് ഖരമാലിന്യവും അതേപോലെ തന്നെ ഒരു 50 ലിറ്റർ വെള്ളവും ഒരു ദിവസം ട്രീറ്റ് ചെയ്യാവുന്ന ഒരു മോഡലാണ്. ഏകദേശം ഒരു 6 മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസും കിട്ടും. നീട്ടമുള്ള ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും പോകാം വീഡിയോയിലേക്ക്. ഇവിടെ നമ്മൾ ലെവലിംഗ് എന്ന് പറയുന്ന ഘട്ടത്തിന് മുമ്പ് ഈ പ്ലാന്റിന്റെ ഹൈറ്റ് നമുക്ക് ഈക്വലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പ്ലാന്റ് ഒരു കുഴിയിലേക്ക് ഇറക്കിയാണ് വെക്കുന്നത്. അല്ലെങ്കിൽ വേസ്റ്റ് ഇടാൻ ബുദ്ധിമുട്ടാണ്, അതേപോലെ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രാക്ടിക്കലി നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കുഴിയിലേക്ക് ഇറക്കി വെക്കലാണ്. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പ്ലാന്റ് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്. കുറച്ച് ദൂരെ ആയതുകൊണ്ടാണ് അത്രയും നമ്മൾ ആൾക്കാർ പിടിക്കേണ്ടി വന്നത്. വളരെ വെയിറ്റ് ഉള്ള ഒരു സാധനമാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് വെള്ളം വറ്റിക്കുന്നതാണ്. കാരണം മഴയുള്ള ഒരു സീസണിലാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ കുഴി എടുത്തു കഴിഞ്ഞപ്പോൾ മഴ പെയ്തപ്പോൾ വെള്ളം വളരെയധികം പൊന്തി. അപ്പോൾ അത് അടിച്ചു കളഞ്ഞിട്ട് വേണം നമ്മൾ അതിനകത്ത് ഈ ലെവലിങ്ങിന് വേണ്ടുന്ന എംസാൻഡ് ലേ ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിൻ്റെ ഘട്ടങ്ങളാണ്. ആദ്യം നമ്മൾ വെള്ളം കളയുന്നു, അതിനുശേഷം നമ്മൾ എംസാൻഡ് എടുത്ത് ഇടുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എംസാൻഡ് കുറച്ചധികം വേണ്ടി വന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എംസാൻഡ് എത്തിയതിന് ശേഷം പിന്നെ പ്ലാന്റ് അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണാം. അത് ഒരുവിധം നമ്മൾ വെള്ളമില്ല എന്നുള്ളത് തീർച്ചപ്പെടുത്തിയതിന് ശേഷം പ്ലാന്റ് ഇറക്കി വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ പിടിച്ചിട്ടും നമുക്ക് ബുദ്ധിമുട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളത് കെയർഫുള്ളായിട്ട് നമ്മൾ കുഴിയിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ വാട്ടർ ലെവൽ, അതായത് ചെരിവ് എങ്ങോട്ടാണോ കൂടുതൽ ചെരിവ് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കോൺഫിഡൻസ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ചാണകം നിറയ്ക്കാനായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുള്ളൂ. ചാണകം നിറയ്ക്കുന്നതിന് മുമ്പ് അടിഭാഗം ലിക്വിഡ് ബേസ് ആക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം എന്തായാലും നെക്സ്റ്റ് സ്റ്റെപ്പ് കൗഡങ്. ഏകദേശം നമ്മൾ കൊണ്ടുവന്ന ചാണകം എന്ന് പറയുന്നത് ഏകദേശം 30x40 ലിറ്റേഴ്സ്, അതായത് 40 ലിറ്ററിന്റെ കണ്ടെയ്നർ 30 എണ്ണം നമുക്കിവിടെ ആവശ്യമുണ്ട്. ചിലപ്പോൾ 36 എണ്ണം. അത് ചാണകത്തിന്റെ ലൂസ് അനുസരിച്ചിട്ടാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 32 എണ്ണമാണ് ഇടുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഓൾറെഡി ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നതാണ്. നിർഭാഗ്യവശാൽ ആ കമ്പനി നിർത്തിപ്പോകുകയും ഇവർക്ക് മെയിൻ്റനൻസ് കൊടുക്കാൻ സാധിക്കാത്തൊരു ഘട്ടം വന്നപ്പോഴാണ് നമ്മളെ പുതിയ പ്ലാന്റിനായിട്ട് ഇവർ സമീപിച്ചത്. ഗിരീഷ് എന്ന് പറയുന്ന സൂപ്പർവൈസറാണ് നമ്മളെ വിളിക്കുകയുണ്ടായത്. അപ്പോൾ അവർക്ക് ഇവിടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള സ്റ്റാഫുകൾ ഏകദേശം ഒരു 10 അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ പോലെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട്. അവിടുത്തെ വേസ്റ്റും നമ്മൾ ഇതിനകത്ത് നിക്ഷേപിക്കുന്നുണ്ട്. അത് രണ്ടും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യാനാണ് ഇത്രയും വലിയൊരു കൊമേഴ്ഷ്യൽ മോഡൽ വീട്ടിൽ തന്നെ സ്ഥാപിക്കുന്നത്. ഈ മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ റെസ്റ്റോറൻറ്റ്സ് അതുപോലെ തന്നെ കാറ്ററിംഗ് യൂണിറ്റ്സ് അവിടേക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ മോഡലിന് വേറൊരു പ്രത്യേകത ഉള്ളത് ഇത് പോർട്ടബിളും കൂടിയാണ്. നമുക്ക് ഈ കുഴിയിൽ നിന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് മാറ്റാവുന്ന ഒരു മോഡലും കൂടിയാണ്. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കാവുന്ന ഒരു കൊമേഴ്ഷ്യൽ മോഡലും കൂടിയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പോർട്ടബിൾ കൊമേഴ്ഷ്യലാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാം പ്യുവർലി ഫൈബറാണ്. ഇതിലിപ്പോൾ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് നിങ്ങൾ കാണുന്ന ആ ചേംബർ വരെ നമ്മൾ PVC പാർട്സ് എല്ലാം ഒഴിവാക്കി ഫൈബറിൽ തന്നെയാണ് എല്ലാം മോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് അസംബിൾ ചെയ്യുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഒരു ഡബിൾ ബർണർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു 4 hours യൂസ് ചെയ്യാം. ഒരു സിംഗിൾ ബർണറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 6 hours നമുക്ക് ടോട്ടലി ഇത് യൂസ് ചെയ്യാം ഒരു ദിവസം. അതിനും കൂടുതലും കിട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് അതിൻ്റെ മിനിമം പ്രൊഡക്ഷൻ ആണ്.
അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഇട്ട ഫുൾ കൗഡങ് ചാണകം നമ്മൾ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ചേർക്കലാണ്. മിക്സിങ് കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. കുറച്ച് അധികം ചാണകം നമ്മൾ ഇട്ടതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുള്ളൂ. മിക്സിങ് കഴിഞ്ഞാൽ യൂഷ്വൽ പ്രൊസീജിയർ ഡ്രം ലോഡ് ചെയ്ത് വാട്ടർ ജാക്കറ്റ് പ്രഷർ വെയിറ്റ് ലോഡ് ചെയ്യലാണ്. വേറെ പ്രത്യേകിച്ച് ഘട്ടങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പ്ലാന്റിന്റെ ഇൻസ്റ്റലേഷൻ പൂർണ്ണമായി അവസാനിച്ചു എന്ന് തന്നെ പറയാം. ടാങ്കിൽ വന്നിട്ടുള്ള ചാണകവും വെള്ളവും കൂടി മിക്സ് ചെയ്യുന്നതും അതിലെ വേസ്റ്റ് എടുത്ത് മാറ്റുന്നതും ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിലെ സ്ലറി എൽബോ ഇട്ടിട്ടുള്ളത് നമ്മൾ പിറ്റേ ദിവസം താഴ്ത്തി വെക്കുകയും അവർക്ക് ആവശ്യത്തിന് പ്ലംബ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ അങ്ങനെ ഒരു സിസ്റ്റം ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. സൈഡ് ഫില്ല് ചെയ്ത് സിമെന്റ് ചെയ്ത് പോയിന്റ് ചെയ്യും. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി കൊണ്ടാണ് വീഡിയോയിൽ അത് ഉൾപ്പെടുത്താത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഏത് തരത്തിലുള്ള പ്ലാന്റുകളാണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും കൊമേഴ്ഷ്യൽ ആണെങ്കിലും ഇൻസിനറേറ്ററുകൾ, അതേപോലെ സോളാർ പാനൽസ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സ്വന്തം പ്രൊഡക്ഷനാണ്. സോളാർ പാനൽ മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാറ്ററി ഒക്കെ നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചറിങ് ആണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ സർവീസ് സപ്പോർട്ടിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നതല്ല. നമുക്ക് പറ്റാവുന്ന, നമ്മുടെ ടീമിന് പറ്റാവുന്ന എന്ത് സർവീസ് ആണെങ്കിലും നമ്മളത് ചെയ്തു തരും. അത് വേറെ ആൾക്കാർ വെച്ചിട്ടുള്ള പ്ലാന്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ ഹെസിറ്റേഷൻ ഇല്ലാതെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ രാജി നഴ്സിംഗ് ഹോം. അത് സ്പെഷ്യലായിട്ട് എനിക്ക് പറയേണ്ടതുണ്ട്. അവർക്ക് ഞാൻ സ്പെഷ്യൽ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ജനാർദ്ദനൻ സാറിനും ഗിരീഷ് സാറിനും. താങ്ക് യു. ഗുഡ് ബൈ.